നാട് ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ് തിരുവനന്തപുരത്ത് ഉദയകുമാറിന്റെ ഉരുട്ടിക്കൊല കേസ്. അന്ന് ഫോർട്ട് സ്റ്റേഷനിലെ പോലീസുകാരായിരുന്നവരാണ് ഈ കേസിൽ പ്രതികളായി വന്നതും പിന്നീട് ശിക്ഷിക്കപ്പെടുകയും ചെയ്തത്. അവരെയാണ് ഇന്ന് ഹൈക്കോടതി വെറുതെ വിട്ടത്. ഒന്നാം പ്രതി ജിതകുമാറിന്റെ വധശിക്ഷ ഹൈക്കോടതി റദ്ദാക്കി. ഇതോടൊപ്പം EK സാബു, T അജിത് കുമാർ, TK ഹരിദാസ് എന്നിവരെയും വെറുതെ വിട്ടിട്ടുണ്ട്. ആകെ 6 പ്രതികൾ കുറ്റക്കാരാണ് എന്നാണ് 2018 CBI കോടതി കണ്ടെത്തിയത്. 6 പ്രതികൾക്ക് ശിക്ഷയും വിധിച്ചിരുന്നു. ഒരാൾ വിചാരണ വേളയിൽ മരിച്ചു, മറ്റൊരാൾ ശിക്ഷ വിധിക്കപ്പെട്ട ശേഷവും മരിച്ചു. അങ്ങനെയാണ് ബാക്കി 4 പേർ വന്നത്. ഈ 4 പേരുടെ അപ്പീൽ പെറ്റീഷനാണ് ഹൈക്കോടതിക്ക് മുന്നിൽ ഉണ്ടായിരുന്നത്. 2005 സെപ്റ്റംബർ 27-നാണ് ഉദയകുമാറിനെ മോഷണക്കുറ്റം ആരോപിച്ച് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. കസ്റ്റഡിയിൽ വലിയ മർദ്ദനമാണ് ഉദയകുമാറിന് ഏറ്റുവാങ്ങേണ്ടി വന്നത്. എന്നാൽ അത്തരമൊരു മർദ്ദനം ഉണ്ടായിട്ടില്ല എന്ന നിലപാടാണ് അന്ന് ഫോർട്ട് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർ സ്വീകരിച്ചത്. പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഈ തുടയലടക്കം വലിയ രീതിയിൽ പൊട്ടിയിട്ടുണ്ട് എന്ന് ബോധ്യമായിരുന്നു. മാത്രമല്ല ഫോറൻസിക്സ് റിപ്പോർട്ടിലും ഈ പോലീസിനെതിരെയുള്ള കണ്ടെത്തലുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഇത് വളരെ കൃത്യമായി പോലീസ് നടപ്പാക്കിയ ഒരു ഉരുട്ടിക്കൊല തന്നെയാണ് എന്ന് ബോധ്യമാവുകയായിരുന്നു. ആദ്യം ക്രൈംബ്രാഞ്ച് ഈ കേസ് അന്വേഷിച്ചു, പിന്നീടാണ് CBIക്ക് മുന്നിലേക്ക് ഈ കേസ് എത്തുന്നത്. നടപടിക്രമങ്ങളിൽ CBIക്ക് ചില വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ ഈ പ്രതികളെ വെറുതെ വിടുന്നതിനുള്ള കാരണമായി കോടതി പ്രാഥമികമായി കണ്ടെത്തിയിരിക്കുന്നതെന്നാണ് ബോധ്യമാകുന്നത്. പക്ഷേ ഉത്തരവിൻ്റെ പൂർണ്ണരൂപം ലഭിച്ചാൽ മാത്രമേ അതിൽ കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കുകയുള്ളൂ. എന്തായാലും CBIക്ക് കനത്ത തിരിച്ചടിയാണ് ഈ കേസിൽ ഏറ്റിരിക്കുന്നത്. ക്യാമറമാൻ ജെയ്വിനൊപ്പം S രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.